നടൻ മമ്മൂട്ടിയുടെ പേരിൽ സഹപ്രവർത്തകനായ നടൻ മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് നടത്തിയതിൽ വിവാദ പരാമർശവുമായി സമസ്ത. പറഞ്ഞത് ഇസ്ലാം മത നിലപാടെന്ന് സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി. മോഹൻലാൽ വഴിപാട് നടത്തിയത് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമെങ്കിൽ അത് ഇസ്ലാം മതവിശ്വാസത്തിന് എതിരാണെന്നായിരുന്നു നാസർ ഫൈസി കൂടത്തായി നേരത്തെ പറഞ്ഞത്. മുസ്ലിം എന്ന നിലയിലാണ് നിലപാട് പറഞ്ഞതെന്ന ന്യായീകരണമാണ് നാസർ ഫൈസി ഇപ്പോഴും നിരത്തുന്നത്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലായ ഒരു വാർത്തയായിരുന്നു നടൻ മോഹൻലാൽ ശബരിമല ദർശന വേളയിൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് കഴിച്ചത്. ഉഷപൂജ അടക്കമുള്ള വഴിപാടുകൾ കഴിച്ചതിൻ്റെ രസീത് അടക്കമുള്ള വിവരങ്ങൾ എല്ലാം വാർത്തയായി വന്നിരുന്നു. ഇപ്പോൾ സമസ്ത നേതാവാണ് ഈ വഴിപാടിനെതിരെ രംഗത്ത് വരുന്നത്. മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു വഴിപാട് മോഹൻലാൽ അവിടെ നടത്തിയതെങ്കിൽ അത് ഇസ്ലാം മതവിരുദ്ധമാണ് എന്ന് പറയുന്നു. ഇത് വിവാദമായിട്ടും അദ്ദേഹം നിലപാട് മാറ്റുന്നില്ല. കൂടുതൽ വിവരങ്ങൾ ഗോകുൽ. മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്ന സമയത്താണ് മോഹൻലാൽ ശബരിമലയിൽ ദർശനം നടത്തുകയും മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തുകയും ഒക്കെ ചെയ്തത്. അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു എന്നുള്ളതാണ്. അതായത് സഹപ്രവർത്തകനും ഒരുപാട് വർഷത്തെ പരിചയമുള്ള മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ഒരു പൂജ നടത്തിയ സമയത്ത്, ഒരു വഴിപാട് നടത്തിയ സമയത്ത് അത് വിവാദങ്ങൾക്ക് വഴിവെച്ചു എന്നുള്ളത് തന്നെ ദുഃഖകരമായ കാര്യമാണ്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം പറയുന്നത് മതപരമായ വിവേചനമാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് കാരണമായത് എന്നതും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മമ്മൂട്ടി അറിഞ്ഞിട്ടാണ് മോഹൻലാൽ ഇത്തരത്തിൽ മമ്മൂട്ടിക്കായി വഴിപാട് നടത്തിയത് എങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ സന്തത സഹചാരിയായിട്ടുള്ള ഒ അബ്ദുള്ള ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെയായിരുന്നു, ഫേസ്ബുക്കിൽ കൂടിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ അത് വിവാദമായ സമയത്ത് ഒ അബ്ദുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ആക്കി. പക്ഷേ സമസ്തക്കകത്ത് നിന്ന് ഇസ്ലാം മത നിയമം എന്താണ് ഇതിനെ സംബന്ധിച്ചുള്ള എന്നത് കൂടുതൽ വിശദീകരിക്കുന്ന ഒരു പ്രതികരണവുമായിട്ട് നാസർ ഫൈസി കൂടത്തായി ഒരു മാധ്യമ സ്ഥാപനത്തിന് ടെലി നൽകുകയായിരുന്നു. അതിൽ പ്രതികരിച്ച സമയത്താണ് മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ ഇത്തരത്തിൽ ഒരു പൂജ വഴിപാട് നടത്തിയതെങ്കിൽ അത് തെറ്റാണ്, അത് പ്രതിഷേധാത്മകമാണ്, നിഷേധാത്മകമാണ്, അത് തിരുത്തേണ്ടതാണ്, മതപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ചെയ്യണം എന്നൊക്കെയുള്ള പ്രതികരണങ്ങളുമായിട്ട് നാസർ ഫൈസി കൂടത്തായി രംഗത്ത് വന്നത്. അതും വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. അതിനെ തുടർന്നാണ് വീണ്ടും അതിലൊരു വ്യക്തത വരുത്തിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ മതകാര്യങ്ങൾ പറയുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, അതിനപ്പുറത്തേക്കൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. അതായത് ഒരു ഇസ്ലാം മതവിശ്വാസിയായ വ്യക്തിയാണെങ്കിൽ അദ്ദേഹം മറ്റു മതവിഭാഗങ്ങളുടെ പൂജയുടെ ഭാഗമാകാൻ പാടില്ല എന്നാണ് നാസർ ഫൈസി കൂടത്തായി പറയുന്നത്. നമ്മുടെ ഈ കാലഘട്ടങ്ങളിലൊന്നും ഒരിക്കലും യോജിക്കാൻ സാധിക്കാത്ത ഒരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പുരോഗമന സമൂഹമാണ് എന്നൊക്കെ നമ്മൾ മേനി നടിക്കുമ്പോഴും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അടിക്കടി ഉണ്ടാകുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള ഒരു വിഷയം തന്നെയായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതായത് മമ്മൂട്ടി ഇസ്ലാം മതവിശ്വാസിയാണ്. ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള മമ്മൂട്ടി, ഏകദൈവ വിശ്വാസിയായിട്ടുള്ള മമ്മൂട്ടി മറ്റു മതങ്ങളുടെ, ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഒന്നും പൂജയുടെ വഴിപാടിന്റെ ഒന്നും ഭാഗമാകാൻ പാടില്ല, അറിഞ്ഞുകൊണ്ട് അത്തരത്തിൽ ഭാഗമാകാൻ പാടില്ല എന്നുള്ളൊരു പരാമർശമാണ് ഈ സമസ്ത നേതാവായിട്ടുള്ള നാസർ ഫൈസി കൂടത്തായി നടത്തിയിട്ടുള്ളത്. ആദ്യം അദ്ദേഹം നടത്തിയ പരാമർശം വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് മറ്റു മതങ്ങളുടെ പൂജയുടെ ഭാഗമാകാൻ പാടില്ല എന്നൊരു തോതിലുള്ള വിമർശനങ്ങൾ വന്നു. ഇസ്ലാം മത നേതൃത്വമൊക്കെ അതിന് മറുപടി പറയേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ വിമർശിക്കപ്പെട്ടു. ആ സമയത്താണ് അതിൽ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഇസ്ലാം എന്നത് ഏകദൈവമാണ്, അള്ളാഹു മാത്രമേ ദൈവമായിട്ടുള്ളൂ, മറ്റാരെയും ദൈവമായി അംഗീകരിക്കുന്നില്ല എന്ന വിശ്വാസമാണ് ഇസ്ലാം മതവിശ്വാസികൾ പിന്തുടരുന്നത്. അതിനാൽ തന്നെ അള്ളാഹു ഒരു ദൈവമായിരിക്കുമ്പോൾ മറ്റൊരു ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പൂജയോ വഴിപാടോ ഒന്നും നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം മതം പറയുന്നത്. ആ മതം അനുസരിച്ച് എല്ലാവരും ജീവിക്കാൻ, ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ് എന്നൊരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഫേസ്ബുക്കിൽ കൂടിയാണ് രണ്ടാമതും ആ വിഷയത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് നാസർ ഫൈസി കൂടത്തായി രംഗത്ത് വന്നിട്ടുള്ളത്. അതെന്തായാലും വീണ്ടും വിമർശിക്കപ്പെടുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഒ അബ്ദുള്ളയും പിന്നീട് നാസർ ഫൈസി കൂടത്തായും ആദ്യഘട്ടത്തിൽ നടത്തിയ പ്രതികരണങ്ങൾ വിമർശിക്കപ്പെട്ടതുപോലെ തന്നെ ഈ വിഷയം വിമർശിക്കപ്പെടുന്നുണ്ട്. മമ്മൂട്ടി അറിഞ്ഞുകൊണ്ട് പൂജ നടത്തിയാൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ വഴിപാട് നടത്തിയാൽ എന്താണ് പ്രശ്നം എന്ന രീതിയിൽ പൊതുസമൂഹത്തിൽ നിന്ന് വിമർശനം ഉയർന്നു വരുന്ന ഒരു കാഴ്ചയും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്തായാലും നാസർ ഫൈസി കൂടത്തായുടെ വിമർശനങ്ങൾ കൂടുതൽ വിവാദമാവുകയും അല്ലെങ്കിൽ വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും മമ്മൂട്ടിയുടെ പേരിൽ ശബരിമലയിൽ മോഹൻലാൽ വഴിപാട് നടത്തിയതാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ളത്. മമ്മൂട്ടിയുടെ ആവശ്യപ്രകാരമാണ് ഇത്തരം ഒരു വഴിപാട് നടത്തിയതെങ്കിൽ അത് ഇസ്ലാം മതവിരുദ്ധമാണ് എന്ന് സമസ്തയുടെ നേതാവ് പറയുന്നു. അദ്ദേഹം ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ കെ വേണുഗോപാൽ.